പഴഞ്ഞ പക്ഷേ ഫീൽ ഡ്രൈവർ ബെസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഏകദേശം പരിചയോളം എത്തിണ്ടാവൂലേ? ഒരു മുക്കാലോളായി. നമ്മളിപ്പോ ഇവിടെ നിന്ന് നിർത്തി പോവാന്നുള്ള ഇതിലാണ് നിൽക്കണം. നമ്മൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഇവിടെ ഒരു അരുവിയിൽ നിർത്തിണ്ടായിരുന്നു. നൈസ് സ്പോട്ടാണ്. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ പാറയും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞിക്കണം. പിന്നെ കാരണം ഇതിന്റെ മേലെ കൂടെ നല്ല രീതിയിലുള്ള കവറാണ്. കുറച്ച് ടഫായി റോഡ്. വീഡിയോ അല്ലേ? ഓക്കെ. അപ്പോ മുന്നേന്ന് പറയുമ്പോ ഇത്ര ടഫ് ഉണ്ടായില്ല നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞോട്ടം വരുമ്പോ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വരാൻ പറ്റിയിരുന്നു. പ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് റോഡും കാര്യങ്ങളൊക്കെ വന്നെ അലമ്പായിരിക്കും. ഇപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഇറങ്ങണം. പക്ഷേ നല്ല തണുത്ത വെള്ളമായിരിക്കും. അതറിയാം. ഇറങ്ങിക്കോ. വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ കയറി അത്യാവശ്യം ആയിക്കോളും. മച്ചാന്റെ സമാധാനത്തിന് കുറച്ച് തുടച്ചു കൂട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല മണ്ണും ചെളിയൊക്കെ ആയിക്കോളും. കുറെ റോഡ്സ് നമുക്ക് ഭയങ്കര ടഫായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പോ കുറച്ച് കഷ്ടപ്പെട്ട് അവിടെ കിടന്നിട്ട് അതൊന്നും ബ്ലോഗിൽ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ പണികളിൽ അത് കല്ലിട്ട് കൊടുക്കലും മണ്ണിട്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഇപ്പൊ അവന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കും, എന്നിട്ട് പോവാം. പിന്നെയും പിടിക്കും. ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോൾ വലിയ ടഫ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ഇറക്കങ്ങളാണ്. അപ്പൊ നമുക്ക് വലിയ ടഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ട്. വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ട് നമുക്കറിയില്ല. മൈക്കില്ലാത്ത കാരണം സൗണ്ടും വലിയ ക്ലിയർ അല്ല. അപ്പോ ജസ്റ്റ് റെഡിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചയാണ്. നമുക്കിപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡ് എന്നാണ് പറയണത് കുറുമ്പിക്കര എന്ന് പറയുന്നത്. ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡാണ്. കുറേ പേര് കയറാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം ഏകദേശം ഈ ടൈമിലായിട്ട് തന്നെ നമ്മൾ കയറിയിട്ടുള്ളതാണ് ഈ ഏരിയ. അപ്പോൾ നമ്മൾ കയറിയത് എൻട്രൻസ് വെച്ചാൽ മുണ്ടക്കയം ഭാഗത്തു കൂടെയാണ് നമ്മൾ കയറിയത്. മുണ്ടക്കയത്തിന് യൂട്ടേൺ അടിച്ച് അങ്ങനെ ആ റോഡ് നേരെ കയറുക ചെയ്തിരിക്കണം. അതാണ് റെഡിക്കുന്നതിൻ്റെ എൻട്രൻസ് വരുന്നത് തോന്നുന്നു. അതാണ് കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുക. ഒരു പഴയ ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കയറും. ആ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. നൈസാണ്. അപ്പോൾ ഇനി നമ്മൾ ഏതായാലും ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്യാം. എത്രത്തോളം പേർക്ക് നമുക്ക് ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ AC ഇട്ട് വണ്ടിയിലിരുന്ന് പോലും പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. ഇറങ്ങി കല്ലിട്ട് പണിയെടുത്തിട്ട് കയറിപ്പോലേ നടക്കുള്ളൂ. നമ്മള് ഈ വണ്ടിയിൽ കഴിഞ്ഞോട്ടെ കയറിയ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കയറി വന്നത്. എങ്ങനെ ഇൻഷാല്ലാ അതുവരെ കയറാൻ പറ്റിയിരിക്കണം മര്യാദക്ക്. അപ്പോൾ ഈ ബാക്കിയുള്ളത് കൂടി വ്യൂസൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങണ വീഡിയോസും കൂടി കാണിച്ചു തരാം. ഇവിടെ പോയി ഇറങ്ങട്ടെ. നിങ്ങളെല്ലാരും നമ്മുടെ വ്യൂവിൽ തന്നെ ഒരു എൻഡോറും ജിമിനും കയറിയിട്ടുണ്ട്. അതൊക്കെ സ്മൂത്തായിട്ട് വന്നോണ്ടാ കേട്ടത്. നമുക്ക് പോവല്ലേ? ഫീൽ കയറിയില്ലേ? ബ്രോ ഞങ്ങളാണ്ട് പോവാ. നാട്ടക്ക് ശരീഫേ റോഡൊക്കെ നമ്മളൊട്ട് എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്ക് മോശമാണല്ലോ റോഡും കാര്യങ്ങളൊക്കെ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് കൊണ്ട് കയറി വരും. ഇപ്പോൾ ബാക്കിയുള്ള വ്യൂസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഏകദേശം നല്ല ടഫായിട്ടൊക്കെ എടുക്കണം മൊത്തത്തിൽ റോഡ്. ഓക്കെ ഒന്ന് ചെന്ന് നോക്കട്ടെ. ഒന്നും വണ്ടി കയറുന്നില്ല. നമ്മളെ ഏകദേശം ആ ഭാഗത്ത് തന്നെ. പക്ഷെ നമ്മളവിടെ നിന്ന് കയറി പോന്നു. ബാക്കില് ഏത് ജിമ്മിന് കയറണേ ആദ്യത്തെ അവിടെ ചവിട്ടാൻ പറയും. ഓരോന്ന് കയറി വന്നിട്ട് കയറ്റാൻ പറയും. ഓടെ ഇങ്ങോട്ടെടുത്തോ. ഇങ്ങോട്ടെടുത്തോ. നിക്കണേ. അവിടെ നിന്ന് അറിയിക്കാം. വണ്ടി കയറാനുള്ള ഭാഗത്തുനിന്ന് അറിയുക.
ഇവിടെ കറങ്ങുള്ളൂ. ആ കല്ലുകളൊന്ന് കെടുത്തിട്ട് കൊടുത്താൽ മതി. ഈ കിടക്കണ കല്ല് കെടുത്തിട്ട് കൊടുത്തറ. മതി മതി, അത് വരും. വലിയ ടഫ് ഇട്ട് കൊടുക്കണ്ട. അതൊക്കെ സ്മൂത്തായിട്ട് കയറി പോയില്ലേ മോനെ. സീ വണ്ടി. ആ ജിമിനി തന്നെയാണോ? ഏതാ ഏതാ കയറിയ? ഇല്ലടാ, അത് അവിടുന്ന് കയറി. അതെന്ന് വെച്ചാൽ നമ്മുടെ അത്ര സ്പേസ് വേണ്ടല്ലോ അതിന്. ഫോർച്യൂണർ അത്ര ക്യാപിലിറ്റി ഇല്ല പറഞ്ഞിട്ട് എന്ത് അജുവിന് ഇഷ്ടമുള്ള വണ്ടിയാ. അവിടെ പട്ടി കണ്ടായി അല്ലെങ്കിൽ കിട്ടില്ല. എന്തിന് കാലോടുക്കണത്? കേറണല്ലേ എൻ്റെ? ആ ഉണ്ട്. ആ അതെ. വിട്ടേക്ക്. എടാ ജീപ്പ് എന്താ അവസ്ഥ?